അപ്പോൾ ആർക്കാണ് ജീവിതത്തിൽ മാറ്റം വരുത്താൻ ആഗ്രഹമില്ലാത്തത്? ട്രാൻസ്ഫോർമേഷൻ, ചേഞ്ച്. അല്ലെങ്കിൽ അതൊരു ഓട്ടോമാറ്റിക് ലൈഫല്ലേ? ഇന്നലെ വരെ ജീവിച്ചുകൊണ്ടിരുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വളർച്ചയല്ല, അത് ഗ്രോത്തല്ല. അപ്പം നമുക്ക് വേണ്ടത് വിൽ പവറാണ്, ഇച്ഛാശക്തി. കുറച്ച് ഇച്ഛാശക്തി, കുറച്ച് വിൽ പവർ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചേഞ്ചും കൊണ്ടുവരാൻ പറ്റും. ഇവിടുന്ന് തട്ടിയ ഒരു ഫുട്ബോൾ നേരെ ആ വഴിക്ക് നീങ്ങുന്ന സമയത്ത് അതിനെ വേറൊരു വഴിക്ക് തിരിച്ചു വിടണമെങ്കിൽ അവിടെ ഒരു എഫേർട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ജീവിതത്തിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണമെങ്കിലും നമ്മൾ അവിടെ ഒരു ശക്തി പ്രയോഗിക്കേണ്ടതുണ്ട്. അതിനാണ് വിൽ പവർ എന്ന് പറയുന്നത്. മനഃശക്തി ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് ഹീലിംഗ് ആണ്. കാരണം മിക്കവാറും പലതരത്തിലുള്ള മെൻ്റൽ ബ്ലോക്സ്, ട്രോമകൾ ഇത് ചെറുപ്പം മുതലേ എല്ലാവർക്കും ഉണ്ടാവും. പല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഇതെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ. ഇപ്പോൾ ഹീലിംഗ് എന്ന് പറയുന്നത് ഏതെങ്കിലും കുറച്ച് പേർക്ക് മാത്രം ആവശ്യമുള്ള ഒരു സംഭവമല്ല, എല്ലാവർക്കും ആവശ്യമുള്ളതാണ് ഹീലിംഗ്. എന്നാൽ മാത്രമേ അവർക്ക് അവരുടേതായ ഒരു ന്യൂ വേർഷനിലേക്ക് വരാൻ പറ്റും. ഈ ബ്ലോക്കുകളെ നീക്കുന്ന പരിപാടിയാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. വളരെ ആസ്വാദ്യകരമായിട്ടുള്ള കാര്യമാണ്, മനോഹരമായിട്ടൊരു കാര്യമാണ്. ഒരിക്കലും നമുക്കൊരു കഷ്ടപ്പാടുണ്ടാക്കുന്ന, ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ടാസ്ക് അല്ല. അപ്പോൾ അതിൽ ക്വാണ്ടം ഹീലിംഗ് ചെയ്യാം, ഓപ്പനോ ചെയ്യാം, EFT ചെയ്യാം. ഇതുപോലുള്ള പല ടെക്നിക്സും നമുക്ക് ഹീലിംഗിൽ ഉപയോഗിക്കാൻ പറ്റും. സോ ഹീലിംഗ് ഈസ് ഫോർ എവരിബഡി.